എന്ന് ചിന്തിക്കാത്തത് റഹ്മത്തില്ലാത്തത് കൊണ്ടാണ്. സ്വന്തം അനുജനോട് മിണ്ടാതെ, സ്വന്തം ചേട്ടനോട് മിണ്ടാതെ, സ്വന്തം അനുജത്തിയോട് മിണ്ടാതെ, സ്വന്തം ചേട്ടത്തിയോട് മിണ്ടാതെ നീ നിസ്കരിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. നിന്റെ കൽബിൽ നിന്ന് റഹ്മത്ത് എടുത്തു കളഞ്ഞിട്ടുണ്ട്. നീ താടി വെച്ചിട്ട് കാര്യമില്ല, നീ തലയിൽ കെട്ടിയിട്ട് കാര്യമില്ല, നീ അതാ പള്ളിയിൽ ജമാഅത്തിന് പോയിട്ട് കാര്യമില്ലല്ലോ. തറാവീഹ് 20ഉം ഫിത്ർ 11ഉം നിസ്കരിച്ചത് കൊണ്ട് കാര്യമില്ല. മനസ്സ് നന്നാക്കിക്കോ, മനസ്സ് നന്നാക്കിക്കോ. അത് റഹ്മത്ത് കിട്ടണം. ആ റഹ്മത്ത് കിട്ടണമെങ്കിൽ ചോദിക്കണം. ആ റഹ്മത്ത് കിട്ടിയവരൊക്കെ നന്നായവരാണ്, റഹ്മത്ത് കിട്ടാത്തവര് നന്നാകാത്തവരാണ്. ആ റഹ്മത്ത് കിട്ടാത്തവര് മനസ്സ് അറിവില്ലാത്തവരാണ്. ഇത് ഞാൻ പറയുകയല്ല. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നു. എന്താ പറയുന്നത്? ഒരാൾക്ക് റഹ്മത്തില്ലേ, ഇന്ന റഹ്മത ലാ തൻസർ ഇല്ലാ മിൻ ശഖീ. സുബ്ഹാനല്ലാഹ്, മനസ്സിൽ കാരുണ്യത്തിന്റെ ഒരൊറ്റ കണിക, ഒരു തുള്ളി കാരുണ്യമില്ലാത്തവൻ അതേ പരാജിതനാണ്. അവൻ മുസ്ലിയാരായാലും, അവൻ തങ്ങളായാലും, അവൻ കുതുബാണെങ്കിലും, അവൻ ഖാദിയാണെങ്കിലും, അവൻ നാട്ടിലെ പൗരപ്രമുഖനാണെങ്കിലും, അവൻ കാരണവനാണെങ്കിലും, അവൻ മുതവല്ലിയാണെങ്കിലും, അവൻ ഏത് അധികാരമുള്ളവനാണെങ്കിലും, അധികാരമില്ലാത്തവനാണെങ്കിലും, ഏത് വിലസുന്നവനാണെങ്കിലും, കോടീശ്വരനാണെങ്കിലും, മാന്യനാണെങ്കിലും, റഹ്മത്തില്ലേ, ഇന്ന റഹ്മത ലാ തൻസഉ ഇല്ലാ മിൻ ശഖീ. മനസ്സിൽ കാരുണ്യത്തിന്റെ ഒരു കണികയില്ലാത്തവൻ പരാജയപ്പെട്ടവനാണ്, പരാജയപ്പെട്ടവനാണ്. റമദാൻ വന്നിട്ടും നന്നാകാത്തവൻ, ഈ റമദാന്റെ റഹ്മത്തിന്റെ 10 വന്നിട്ടും മനസ്സിൽ അലിവില്ലാത്തവൻ, മിണ്ടാത്തവൻ, മിണ്ടിക്കൂടാത്തവൻ, കണ്ടാലും തെറ്റിയില്ലതാ, കൂട്ടം കൂടാത്തവൻ, സഹവസിക്കാത്തവൻ, സലാം പറയാത്തവൻ, പുഞ്ചിരിക്കാത്തവൻ, അവന്റെ ഹൃദയത്തിൽ നിന്ന് റഹ്മത്ത് റബ്ബ് ഊരപ്പെട്ടു പോയി, റഹ്മത്തിന് എടുത്തെറിയപ്പെട്ടു പോയി. അതുകൊണ്ട് മുഅ്മിനേ, എന്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാര്, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, എന്റെ പ്രിയപ്പെട്ട ചേട്ടന്മാര്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കള്, ഒരു സഹപാഠിയെയും അതാക്രമിക്കരുത്, ഒരാളെയും ഓടും വൈരാഗ്യം വെക്കരുത്, ഒരാളോടും വെറുപ്പ് വെക്കരുത്, ഒരാളോടും വിദ്വേഷം വെക്കരുത്, ഒരാളോടും അതേ ഉള്ളിൽ കലിപ്പമായിട്ട് നടക്കരുത്, ഒരാളോടും അതാ നമ്മളതാ അസൂയയും വൈരാഗ്യം വിദ്വേഷം വെറുപ്പും വെച്ച് നടക്കരുത്. അങ്ങനെ നടന്നാൽ ലാ തുൻസഉ ഇല്ലാ മിൻ ശഖിയ, ഇന്ന റഹ്മത ലാ തുൻസഉ ഇല്ലാ മിൻ ശഖിയ. റഹ്മത്തിനെ അല്ലാഹു തആല ഊരപ്പെട്ടു പോയി. അല്ലാഹു അത്തരക്കാരിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് നമ്മളൊക്കെ നന്നാകണം, നന്നാകാൻ ശ്രമിക്കണം. വല്ലതും അതാ നല്ലത് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരണം. ഒരാളെയും അതാ ബുദ്ധിമുട്ടാക്കണ്ട, ഒരാളെയും കഷ്ടപ്പെടുത്തണ്ട, ഒരാളെയും പ്രയാസപ്പെടുത്തണ്ട. റഹ്മത്ത് വേണോ? അതേ മുത്തുനബി നമുക്ക് പഠിപ്പിച്ചെന്നതാണ്. ഞാനും നിങ്ങളൊക്കെ പള്ളിയിലേക്ക് പോകാറുണ്ട്. ആ പള്ളിയിലേക്ക് പോകുമ്പോ അതേ കാലെടുത്ത് വെച്ചിട്ട് പറയണം, അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക. പടച്ചോനെ, നിന്റെ കാരുണ്യത്തിന്റെ കവാടം എനിക്ക് തുറന്നു തരണമേ, നിന്റെ കാരുണ്യത്തിന്റെ കവാടം എനിക്ക് തുറന്നു തരണമേ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്. അതേ അബ്ദുല്ലാഹി അംർ റളിയല്ലാഹു തആല അൻഹു അതാ അവിടെ റിപ്പോർട്ട് ചെയ്യുകയാണ്. സഅൽതു, ഞാൻ ചോദിച്ചു, ഓ നബിയേ, യാ റസൂലല്ലാഹ്, മാ യംനഉനി മിൻ ഗളബില്ലാഹ്, അല്ലാഹുവിന്റെ
അള്ളാഹുവിന്റെ ദേഷ്യം, അള്ളാഹുവിന്റെ കോപം, അള്ളാഹുവിന്റെ അള്ളാഹു നമ്മളോടുള്ള വൈരാഗ്യം, വെറുപ്പ്, അത് തടയാൻ എന്താണ് മാർഗം? അത് തടയാൻ എന്താണ് മാർഗം? അതെ, അല്ലാഹു തആല നമ്മൾ ദേഷ്യം പിടിക്കുകയാണെങ്കിൽ അത് തടഞ്ഞു വെക്കാൻ എന്താണ് മാർഗം? അപ്പോഴാണ് മുത്തുനബി പറയുന്നത്, ലാ തഗ്ളബ്, നീ ആരോടും ദേഷ്യം വെക്കണ്ട, നീ ആരോടും വെറുപ്പ് വെക്കണ്ട, നീ ആരോടും വൈരാഗ്യം വെക്കണ്ട. മൻ ഫറജ അൻഹി ഖുർബതൻ മിൻ ഖുർബിദ് ദുനിയാ, വല്ലൊരുത്തനും ദുനിയാവിൽ തന്റെ സഹോദരന്റെ വിഷമങ്ങൾ അതാ തീർത്തു കൊടുത്താൽ അല്ലാഹു അവന്റെ വിഷമങ്ങൾ തീർത്തു തരും, പ്രയാസങ്ങൾ തീർത്തു തരും. അതേ, ഖിയാമത്ത് നാളിൽ അവനെ അല്ലാഹു തആല വലിയ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. ദുനിയാവിലെ പ്രശ്നങ്ങൾ ഒരാളുടേത് തീർത്തു കൊടുത്താൽ സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ആ ഹദീസ് വിശദമായി പറയുന്നു, മുഅ്മിനീങ്ങളെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ കാരുണ്യം വേണം. ആ കാരുണ്യത്തിന്റെ നിർമ്മലമായ, നിസ്തുലമായ, നിസ്സീമമായ ഒരു മനസ്സ് നമുക്കുണ്ടായാൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇബ്രാഹിം തങ്ങളുടെ ചരിത്രം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കാക്കയുടെ ചരിത്രം, പാമ്പിന്റെ ചരിത്രം പറഞ്ഞില്ലേ, ഒരു തേളിന്റെ ചരിത്രം പറഞ്ഞില്ലേ. ഇതൊക്കെ റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തും. നമ്മളൊരാളോട് കാരുണ്യം കാണിച്ചാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മളോട് കാരുണ്യം കാണിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിർത്തുകയാണ്. എല്ലാവരും കാരുണ്യത്തോടെ പെരുമാറണം. ഇന്ന് റമദാൻ 30 റമദാൻ 3 സോറി, ഇന്ന് റമദാൻ 3. ഈ റമദാൻ 3 എന്ന് പറയുന്നത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ആണ്ടിന്റെ ദിവസമാണ്. സുബ്ഹാനല്ലാഹ്. ഉമ്മമാരെ മറക്കാൻ പറ്റുമോ? മറക്കാനൊക്കുമോ? അമ്പിയാക്കളിൽ താജൊളിവായ മുത്തുനബിയുടെ പൂങ്കരളായ ബീബി സുഹറ ഫാത്തിമ, ബീബി ഖദീജ ഫാത്തിമ, ബീബി സുഹറ ഫാത്തിമ, ബീബി ഖദീജ ഫാത്തിമ, യാ ഫാത്തിമ നൂറാനി, യാ ദഹ്റൻ ദഹ്റാനി, യാ ഫാത്തിമ നൂറാനി, യാ ദഹ്റൻ ദഹ്റാനി. അതേ, മഹിളകൾക്ക് മഹിതമായ മാതൃക കാണിച്ചു തന്ന് 28 വർഷക്കാലം ലോകത്ത് ജീവിച്ച മുത്തുനബിയുടെ ഓമനപുത്രി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ. സുബ്ഹാനല്ലാഹ്. ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ പോലും, മക്കളെ പരിപാലിക്കുന്നതിൽ പോലും അതാ ലോകത്തിന്റെ മാതൃക. റസൂലുള്ളാഹി തങ്ങളെ വഫാത്തായി 6 മാസം കഴിഞ്ഞു. അതാ കഴിയാനിരിക്കെ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ വീട്ടിലേക്ക് വരികയാണ്. വരുന്ന സമയത്ത് ഫാത്തിമ ബീബി ഒന്ന് കാണാലോ, സംസാരിക്കാലോ. അപ്പോഴാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല തകർത്തിയില്ലതാ, വേഷത്തില്ലതാ, സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് രാഗന്റെ മക്കളെ കുളിപ്പിക്കുകയാണ്. മയ്യുനല്ലിഫു സൗബകുമാ വമൻ യഗ്സിലു ബദനകുമാ വമൻ യൽഖി തആമകുമാ ഫീകുമാ. മക്കളെ, നിങ്ങൾ ആരാണ് നാളെ കുളിപ്പിക്കുക? നിങ്ങൾക്ക് ആരാണ് ഭക്ഷണം വായിലേക്ക് ഉരുളയാക്കിയിട്ട് തരുക? നിങ്ങളുടെ വസ്ത്രം ആരാണ് അലക്കി വൃത്തിയാക്കി വെച്ചു തരുക എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ കേൾക്കുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ വിറക്കുകയാണ്, മുട്ടുകൾ വിറക്കുകയാണ്, ശരീരം വിറക്കുകയാണ്, കണ്ണുകളിൽ നിന്ന് അശ്രുകണങ്ങൾ ധാരധാരയായി ഒഴുകുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, അസ്സലാമു അലൈക യാ ഫാത്തിമ. അല്ലയോ ഫാത്തിമ, എന്താണ് ഈ കേൾക്കുന്നത്? എന്താണ് ഈ പറയുന്നത്? അപ്പോഴാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പറയുന്നത്, ഞാനൊരു യാത്ര പോവുകയാണ്, ആ യാത്രക്കുള്ള ഒരുക്കത്തിലാണ്. അതാരാണ് നിനക്ക് വിവരം തന്നത്? എന്റെ ഉപ്പ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് വിവരം തന്നിരിക്കുന്നു. ആ ഒരുക്കത്തിലാണ്. എന്നിട്ടതാ ഉമ്മമാരെ, എന്നിട്ടതാ ഉപ്പമാരെ, ഈ മക്കളെ കുളിപ്പിച്ച്
കുളിപ്പിച്ച് ഡ്രസ് മാറ്റി കൊടുത്ത് മുടി ചീകി കൊടുത്ത് ചുടുചുംബനം നൽകിയിട്ട് ഈ മക്കളെ കൈപിടിച്ച് അലി ഇബ്നു അബീ താലിബ് തങ്ങളെ ഏൽപ്പിക്കുകയാണ്. തങ്ങള് ഈ മക്കളെ അതാ നല്ല പോലെ നോക്കണം, നല്ല പോലെ സംരക്ഷിക്കണം. ഈ മക്കളുടെ രക്ഷിതാവ് എല്ലാം നിങ്ങളാണ്. ഉപ്പയും ഉമ്മയും നിങ്ങളാണ്, ഉപ്പയും ഉമ്മയും നിങ്ങളാണ്. ഒരു കൂട്ടുകെട്ടിലും ഈ മക്കളെ പെട്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്ത് അലി ഇബ്നു അബീ താലിബ് തങ്ങളെ ഏൽപ്പിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു തആല പറയുന്നത് എന്താ? തന്റെ ശരീരം ഒരു അന്യ പുരുഷൻ ഇതുവരെ കണ്ടിട്ടില്ല. തന്റെ ശരീരത്തിന്റെ വടിവും തുടിപ്പും കാണാത്ത ഫാത്തിമ, ആ ഫാത്തിമ ബീവി പറയുകയാണ്, ഓലിയാര് തങ്ങളെ ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് അത് മൂടിയുള്ള മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോകണം, രാത്രി മറവ് ചെയ്യണം, മറ്റുള്ളവർ കാണാത്ത രൂപത്തില്, മറ്റുള്ളവരറിയാത്ത രൂപത്തില്. ഉമ്മമാരെ, മഹിളകൾക്ക് മാതൃക, മഹിളകൾക്ക് മഹിതമായ മാതൃക കാണിച്ചു തന്ന ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി, പ്രിയപ്പെട്ട പുത്രി ഫാത്തിമ ബീവി. യാ ഫാത്തിമ നൂറാനി യാ തഹ്റൻ തഹ്റാനി, യാ ഫാത്തിമ നൂറാനി യാ തഹ്റൻ തഹ്റാനി. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആലയുടെ ചരിത്രം സുദീർഘമാണ്, വലിയ വലിയ ചരിത്രങ്ങളാണ്. പറയാൻ ഇവിടെ സമയമില്ല. ഒരു ചെറിയ സംഭവം മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആലയുടെ പേരിൽ യാസീനും ഫാത്തിഹ സൂറത്തും ഒക്കെ ഇന്ന് നിങ്ങൾ ഓതണം. എന്നിട്ട് ഫാത്തിമ ബീവി സ്വർഗ്ഗത്തിൽ നാളെ മുത്തുനബിയോടൊപ്പം ആദ്യമായി കടക്കുന്ന വനിത, ആദ്യമായി കടക്കുന്ന മഹിളാരത്നം, ആദ്യമായി കടക്കുന്ന പെണ്ണുപോളാരാട് ഫാത്തിമ ബീവിയാണ്. ആ ഫാത്തിമ ബീവിയോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ.